ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ സ്ലിറ്റഡ് ടോപ്പിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഞാനൊരു റഫായിട്ട് അത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാൽക്കുലേഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ ഫുൾ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്ട്രെയിറ്റ് ബോട്ട് ആയതുകൊണ്ട് തന്നെ അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പാൻറ്റ് കെട്ടുന്നത് മുതൽ ഒരു കണ്ണിക്കാലിൻ്റെ മുകളിൽ വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കുക. എൻ്റെ 32 ഇഞ്ച് ലെങ്ത്തിൽ 32 ഇഞ്ച് വിട്ടാണ് വരുന്നത്. സീറ്റ് ലെങ്ത് വരുന്നത് 36 ഇഞ്ചാണ്. പിന്നെ തൈസിൻ്റെ അളവുണ്ട്. ഫസ്റ്റ് തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോച്ച് ലെങ്ത് അവസാനിക്കുന്നിടത്ത് 24 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു മിഡ് തൈയുടെ അളവ് എടുത്തിട്ടുണ്ട്. അതായത് 12 ഇഞ്ചിൽ നമ്മൾ പാൻറ്റ് കെട്ടുന്നിടത്ത് നിന്ന് താഴത്തോട്ട് 12 ഇഞ്ച് ലെങ്ത്തിൽ 21 ഇഞ്ച് റൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ച് ലെങ്ത്തിൽ 15 ഇഞ്ച് റൗണ്ടാണ്. പിന്നീട് വരുന്ന ഒരു ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് ലെങ്ത് ആണ്. അത് 26 ഇഞ്ചിൽ 13 ഇഞ്ച് റൗണ്ടും എൻഡിൽ കണ്ണിക്കാലടക്കം പൊക്കി വെച്ചിട്ട് ഉപ്പൂറ്റി നമ്മൾ പൊക്കി വെച്ചിട്ടുള്ള ഒരു ലെങ്ത്താണ് എടുത്തു വെച്ചാണത്. അത് 12 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കിയിട്ട് ആദ്യം തന്നെ അതിനൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താണ് ചെയ്യണത്. അപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. കാരണം അതിന് നമ്മൾ ബാൻഡായിട്ട് ബാൻഡിൻ്റെ വിട്ട് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ അടയാളപ്പെടുത്തുമ്പോൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ 30.5 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്ത് വരിക. ഈ പാൻറ്റിൻ്റെ അടിയിൽ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് മാക്സിമം അത്രയും സീം അലവൻസ് നമ്മൾ വിട്ടുകൊടുക്കണം. കാരണം സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ എൻഡിൽ കട്ടിയിൽ തന്നെ എൻഡ് ഫിനിഷ് ചെയ്യണതാണ് ഭംഗി. അപ്പോൾ ഒരു 2 ഇഞ്ച് മിനിമം 3 ഇഞ്ച് മാക്സിമം നമ്മൾ ഈ ഒരു സീം അലവൻസ് എൻഡിൽ മടക്കി അടിക്കാനുള്ള ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അതിനുശേഷം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളുടെ ഒരു വേസ്റ്റിൻ്റെ റൗണ്ടാണ്. അതായത് നമ്മൾ ഇലാസ്റ്റിക്കും ബാൻഡാണ് വെക്കുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കാൽക്കുലേഷൻ കണ്ടെത്തണം. അപ്പോൾ 32നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8 ഇഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് പോർഷൻ 2 പീസായിട്ട് വരും. അപ്പോൾ ഈ 32 ഇഞ്ചിൻ്റെ പകുതി ഫ്രണ്ടിൽ വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 2 പീസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പീസും 8 ഇഞ്ച് വീതം വരും. ഫ്രണ്ടിൽ 2 പീസ് വരുന്നുണ്ട്. അത് 8 ഇഞ്ച് വീതമാണ് വരുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പകുതി 4 വീതമാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വീതം അടയാളപ്പെടുത്തേണ്ടത്. കാരണം ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു പോർഷൻ സെൻറ്റർ കണ്ടു വെച്ചിട്ടുണ്ട് ആ ഒരു പീസ്. അപ്പോൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ക്രോച്ച് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 36 ഇഞ്ച് സീറ്റിൻ്റെ അളവിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് ലൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് വന്നത്. ഇനി നമ്മൾ തൈസിന്റെ റൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 24 ഇഞ്ചാണ് തൈസിന്റെ റൗണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും വീതം ഇനി ഓരോ കാലിന്റെ അളവിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ 12 ഇഞ്ചും ബാക്കിൽ 12 ഇഞ്ച് വരും. അപ്പോൾ 6 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 12 ഇഞ്ച് ഫ്രണ്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിലും 12 ഇഞ്ച് വരുമ്പോൾ ആ 24 ഇഞ്ച് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടും. എക്സ്ട്രാ ലൂസ് ബാക്ക് പീസിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നത്തെ അളവ് ഒരു ഓപ്ഷണലായിട്ട് നമ്മൾ എടുത്തു വെച്ചതാണ്. അത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പറയാണ് 12 ഇഞ്ച് ലെങ്ത്തിൽ 21 ഇഞ്ച് റൗണ്ട് ആണ് നമ്മളുടെ വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ച് ഫ്രണ്ടിലും 10.5 ഇഞ്ച് ബാക്കിലും വരും. 10.5യുടെ ഹാഫ് 5.25 വീതം ലെഫ്റ്റും റൈറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ട് 10.5 ഇഞ്ച് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നീ ലെങ്ത് ആണ്, മുട്ടിൻ്റെ ലെങ്ത് ആണ്. അത് 19 ഇഞ്ചിൽ 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ച് ഫ്രണ്ടിലും 7.5 ഇഞ്ച് ബാക്കിലും വരും. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്, അതായത് സെൻറ്റർ നമ്മൾ ഈ ഒരു ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും മാർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ 7.5 കിട്ടേണ്ടത്. അപ്പോൾ 7.5യുടെ പകുതി 3.25 ഇഞ്ച് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് കാഫ് ലെങ്ത് ആണ്. 26 ഇഞ്ചിലാണ് കാഫ് ലെങ്ത് വരുന്നത്. അത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചിൻ്റെ പകുതി 6.5 ഇഞ്ചാണ്. അപ്പോൾ 3.25 വീതം നമ്മൾ ലെഫ്റ്റും റൈറ്റും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ മെഷർമെൻറ്റിൽ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നിങ്ങളൊന്ന് മനസ്സിരുത്തേനും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ് സ്ട്രെയിറ്റ് ബോട്ടം. കാരണം അധികം ലൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സ്ട്രെയിറ്റ് ബോട്ടത്തിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടം കറക്റ്റായി വരുള്ളൂ.
ഇനി നമുക്ക് അടുത്തത് എൻഡ് പോർഷനാണ് കാണേണ്ടത്. അപ്പോൾ എൻഡിൻ്റെ അളവ് എൻ്റെ 12 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും 6 ഇഞ്ച് വീതം വരും. അപ്പോൾ 3 ഇഞ്ച് വീതം ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ജോയിൻ ചെയ്ത് വെച്ചാണ് പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കുക. കൂടാതെ നമ്മളുടെ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് നീക്കി ഇങ്ങനെ ഒരു ഷേപ്പും കൂടിയും കൊടുക്കണം. ശേഷം സീം അലവൻസ് 2 ഭാഗത്തും വിട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് നമ്മൾ അടയാളപ്പെടുത്തണത്. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ തന്നെ മറ്റൊരു പീസ് സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്യണതുകൊണ്ട് മറ്റൊരു പീസിലാണ് നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യണത്. അതും ഇതുപോലെ തന്നെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് വെച്ചാണ് കട്ട് ചെയ്ത് വെച്ചാണ് ആ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് ക്രോച്ച് ലെങ്ത് വരുന്ന ഒരു സൈഡ് നമ്മൾ കൃത്യത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്രോച്ച് ലെങ്ത് അല്ലാതെ നമ്മളുടെ സൈഡിലോട്ട് വരുന്ന ആ ഒരു സീം അലവൻസിൻ്റെ അവിടെ 2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ബാക്ക് പോർഷനാണ്, ബാക്കിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു 32 ഇഞ്ചാണ് വരുന്നത്. അതിൽ ഒരു എക്സ്ട്രാ ലൂസും കൂടി ഇടണം. കൂടാതെ ഫുൾ ലെങ്ത് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി കൊടുക്കണം. എങ്കിലാണ് ഇലാസ്റ്റിക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്രണ്ടിൽ നമുക്ക് ബാൻഡാണ് വരുന്നത്, ബാക്കിൽ ഇലാസ്റ്റിക് ആണ്. അത് എക്സ്ട്രാ വരുന്നതല്ല, ഇതിനോടൊപ്പം തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സീറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ആ ക്രോച്ച് ലെങ്ത് വരുന്നിടത്ത് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ വിട്ടിട്ട് ഇതുപോലെ ചെരിച്ച് വരച്ച് വേണം നമ്മൾ ബാക്ക് ഫിനിഷ് ചെയ്യാൻ. സീറ്റ് കുറവുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നാലും സീറ്റ് കൂടുതലുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു കട്ടിങ് വരുന്നത്. ഇനി ഞാൻ മെയിൻ പീസിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മുകളിൽ വിടുക. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ട് പീസിന്റെ സെന്റർ പോർഷൻ 2ആയിട്ട് മടക്കിയാണ് ഇട്ടേണത്. ആ ഒരു മടക്കി ഇട്ടേണതിന്റെ ഒരു സെന്റർ പോർഷൻ നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം. മുകളിൽ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം നമ്മൾ ഫുൾ ലെങ്ത് ആണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം. നിങ്ങൾ വേസ്റ്റ് ബാൻഡ് ആണ് വെക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ എൻ്റെ 30.5 ഇഞ്ചാണ് വരുന്നത്. 32 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്. 30.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ആ വേസ്റ്റ് റൗണ്ട് ആണ് 4 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും വിട്ടിട്ട് ടോട്ടൽ 8 ഇഞ്ച് ഞാൻ മുകളിൽ വിട്ടിട്ടുണ്ട്. 11.5 ഇഞ്ച് ക്രോച്ച് ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യണത്. കൂടാതെ ആ ക്രോച്ച് ലെങ്ത് അവസാനിക്കുന്നിടത്ത് നിന്ന് 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു എൽ ഷേപ്പ് കിട്ടും. ആ എൽ ഷേപ്പിൽ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ റൈറ്റിലോട്ടും ആ ഒരു 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ തൈസിന്റെ അളവ് ടോട്ടൽ 24 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ നീ ലെങ്ത് ആണ് അടയാളപ്പെടുത്തുന്നത്. 19 ഇഞ്ചില് 19 ഇഞ്ചിന്റെ റൗണ്ട് വരുന്നത് 15 ഇഞ്ചാണ്. അതായത് 7.5 ഇഞ്ച് ഫ്രണ്ടിൽ വരും, ബാക്ക് പീസിൽ 7.5 ഇഞ്ച് വരും. അപ്പൊ 3.25 വീതം ലെഫ്റ്റും റൈറ്റും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടല് നീ ലെങ്ത്തിന്റെ റൗണ്ട് 7.5 ഇഞ്ച് ഞാൻ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് കാഫ് ലെങ്ത് ആണ്. 26 ഇഞ്ചിലാണ് കാഫ് ലെങ്ത് വരുന്നത്. അതിന്റെ റൗണ്ട് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പൊ 13 ഇഞ്ച് ആവുമ്പോൾ ഫ്രണ്ട് പീസിൽ 6.5 ഇഞ്ചും ബാക്ക് പീസിൽ 6.5 ഇഞ്ചുമാണ്. അപ്പൊ 3.25 വീതം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ ഏറ്റവും എൻഡിൽ 12 ഇഞ്ചാണ് വരുന്നത്. ആ 12 ഇഞ്ചിന്റെ പകുതി 6 ഇഞ്ച് 3 ഇഞ്ച് വീതം ലെഫ്റ്റും റൈറ്റും വിട്ടിട്ട് ടോട്ടൽ അങ്ങനെ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സീം അലവൻസ് വിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഇലാസ്റ്റിക് തിരിച്ചു മറിച്ച് അടിക്കാനുള്ള ഒരു അളവാണ് ഒരു 4 ഇഞ്ച് വരുന്നത്. അതിനുശേഷം ആ 4 ഇഞ്ച് മാർക്ക് ചെയ്താണ് സീം അലവൻസിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് അത് ക്രോച്ച് ലെങ്ത്തിന്റെ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷന്റെ സെയിം സീം അലവൻസിലാണ് കട്ട് ചെയ്യണത്. എന്നാൽ ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു 2
2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വരുമ്പോൾ എക്സ്ട്രാ ഒരു 4 ഇഞ്ചോളം ഞാൻ സെപ്പറേറ്റ് വിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇലാസ്റ്റിക് വരുമ്പോൾ ആ ഒരു ലൂസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം ഞാൻ മെയിൻ മെറ്റീരിയൽ ഈ 2 പീസും വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേസ്റ്റ് ബാൻഡാണ് കട്ട് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 32 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് ബാൻഡ് റൗണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 32 ഇഞ്ച് പകുതി 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതുപോലെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ അയൺ ബോക്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ആയിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ ജോർജറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വശങ്ങൾ മാറിപ്പോവാതിരിക്കാൻ നോക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ 2 വശവും അടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ക്രോച്ച് ലെങ്ത് രണ്ടും സെയിം ദിശയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്ന് മനസ്സിലാവാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. കോട്ടനൊക്കെ ആകുമ്പോൾ നമുക്ക് റൈറ്റും റോങ് സൈഡ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതുപോലെ ജോർജറ്റ് ഒന്നും നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 ഭാഗവും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രോച്ച് ലെങ്ത് ആണ് ആദ്യം നമ്മൾ കൂട്ടി യോജിപ്പിച്ചടിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഒരു ടക്ക് പോയിന്റ് ഇടുന്നവർക്ക് ഇടാം കേട്ടോ. ഞാൻ ടക്ക് പോയിന്റ് ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടം ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ടക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ അതുപോലെ തന്നെ പോക്കറ്റും വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ബോട്ടം അടിക്കാം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ച് ലെങ്ത് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഗം ചെയ്ത് വെച്ചാണ് വേസ്റ്റ് ബാൻഡ് ഇതുപോലെ റോങ് സൈഡിൽ റൈറ്റ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ആ വിട്ടേക്കുന്ന ഒരു 4 ഇഞ്ച് സീം അലവൻസ് ഉണ്ടല്ലോ അത് റോങ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തിരിച്ചു വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് പാർട്ട് റെഡിയാണ്. ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്രോച്ച് ലെങ്ത്തും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ക്രോച്ച് ലെങ്ത് ആണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ക്രോച്ച് ലെങ്ത് വരുന്ന ആ ഒരു സൈഡ് അപ്പോൾ ഇതുപോലെ നമ്മൾ വിട്ടേക്കുന്ന സീം അലവൻസിൽ കൂടെ സ്ട്രെയിറ്റ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വശം മാറിപ്പോവരുത്. ഈ ഒരു പാൻറ്റിൻ്റെ സൈഡ് ജോയിനിങ് അല്ല, ആദ്യം ക്രോച്ച് ലെങ്ത് വരുന്ന സെൻറ്റർ ജോയിനിങ് ആണ് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വശം മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് വീതം സൈഡിൽ ഇട്ട് കൊടുക്കാനുള്ളത് മറക്കരുത് കേട്ടോ. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ എത്രയാണോ സീം അലവൻസ് വിട്ടേണത് അത്രയും നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. കുറച്ച് കട്ടിയിൽ തന്നെ വരുന്നതാണ് എപ്പോഴും സ്ട്രെയിറ്റ് ബോട്ടത്തിന് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിട്ടേണ ആ ഒരു സീം അലവൻസ് 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് ഞാൻ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് കാലും അടിഭാഗം ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡ് ജോയിനിങ് ആണ് ചെയ്യണത്. സൈഡ് ജോയിനിങ് ചെയ്തതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഒരു ഭാഗം നമ്മളൊരു 4 ഇഞ്ച് വിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ നമ്മളുടെ കയറ്റിറക്കത്തിൽ തന്നെയാണ് വരിക. ഇതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യമുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 ഇഞ്ചാണ് എൻ്റെ റൗണ്ട് വരുന്നത്. അപ്പോൾ 16 ഇഞ്ച് ഞാൻ ഫ്രണ്ട് പോർഷൻ വേസ്റ്റ് ബാൻഡിന് വേണ്ടി കട്ട് ചെയ്തു. അപ്പോൾ ഇലാസ്റ്റിക് വരുമ്പോൾ വലിച്ചിലുള്ളതുകൊണ്ട് തന്നെ 16 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 12 ഇഞ്ചിലാണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇലാസ്റ്റിക് 2 സൈഡിൽ നമ്മളുടെ ആ ഒരു വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്തതിൻ്റെ സൈഡിൽ സീം അലവൻസ് ഉണ്ട്. ആ സീം അലവൻസോട് കൂടിയിട്ട് നമ്മളുടെ ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ശേഷം നമ്മൾ വിട്ടേണ ആ ഒരു സീം അലവൻസ്, എക്സ്ട്രാ സീം അലവൻസ് ഇതുപോലെ സൈഡിൽ മടക്കി അടിച്ചിട്ട് നമ്മൾ തിരിച്ചടിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം 12 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഇരട്ടി ഉണ്ട് നമ്മളുടെ ആ വേസ്റ്റിന്റെ റൗണ്ട്. കാരണം ഇലാസ്റ്റിക് വെക്കുമ്പോൾ ആ ഒരു ഫ്രിൽസ് വരണമെങ്കിൽ കുറച്ചധികം ലൂസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ വലിച്ച് ഉള്ളിലോട്ട് ആക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എൻഡ് എത്തുമ്പോൾ എക്സ്ട്രാ സീം അലവൻസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് എടുക്കാനായിട്ട് മറക്കരുത്. നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ശേഷം ഞാൻ ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുപോലെ പാച്ചുകൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ പാച്ചാണ് ഞാൻ എൻഡിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബോട്ടത്തിൻ്റെ ഫിനിഷിങ് ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്